അസർ നോക്കൂ, ഏറ്റവും ശക്തമായ തരത്തിൽ ഈ ഒരു നിർണായകമായ യോഗത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ഒരു സഹായത്തോടു കൂടിയാണ് ഇങ്ങനൊരു അവധി അപേക്ഷ പാസ്സാക്കിയെടുക്കുവാൻ വി രാജേഷിനും BJPക്കും സാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അവിടെ വളരെ കൃത്യമായി ഇവർ തമ്മിലുള്ള ഒരു അന്തർധാര സജീവമാണെന്ന് വ്യക്തമാവുകയല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ആദ്യം മുതൽ BJP ഭരണസമിതിയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് എടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം അവിടെ ഒരുക്കി കൊടുത്തത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജയിലിനകത്ത് പോഡിയം അടക്കം പിടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായി സത്യപ്രതിജ്ഞയ്ക്കുള്ള സംവിധാനങ്ങളൊക്കെ ഗവൺമെന്റ് താല്പര്യപ്പെട്ട് ഒരുക്കി കൊടുത്തത്. അപ്പൊ അങ്ങേറ്റം നിയമവിരുദ്ധമായ ഒരു കാര്യമാണ് ജയിലിൽ കിടക്കുന്ന ഒരു പ്രതിക്ക് എങ്ങനെയാണ് അവധി കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയുക. അപ്പൊ അതിനെ സംബന്ധിച്ച് LDF ബന്ധപ്പെട്ട മന്ത്രിക്കും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ കൂടി ഉയർന്നു വരികയാണ്. കാരണം ഇത്തരമൊരു അവധി കൊടുക്കാൻ കൗൺസിലിന് അധികാരമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, ജയിലിൽ കിടക്കുന്ന ആൾക്ക് അവധി കൊടുക്കാനല്ല മുനിസിപ്പാലിറ്റി ചട്ടത്തിൽ പറയുന്നത്. മുനിസിപ്പാലിറ്റി ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള അവധിയാണ് പറയുന്നത്. അപ്പോ സിവിൽ റൈറ്റ് നിഷേധിക്കപ്പെട്ട് കാപ്പ കേസിൽ പ്രതിയായി അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി അടക്കം ഇടപെട്ട് ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരാളിന്റെ അവധി അപേക്ഷ വാങ്ങി കൗൺസിലിൽ കൊണ്ടുവന്ന് പാസ്സാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യന്തം നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അനാവശ്യമായ ഒരു കീഴ്വഴക്കം നഗരസഭയിൽ BJP ഭരണസമിതി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ട നഗരസഭാ സെക്രട്ടറിയും ഗവൺമെന്റും ഒപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷനും LDF പരാതി നൽകും. പറ്റുമെങ്കിൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളിലേക്കും തീർച്ചയായിട്ടും പോകും. ഇത് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ് BJP ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ പിന്തുണ കൂടി ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന നടപടികളാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് നിയമപരമായ മാർഗങ്ങളിലൂടെ LDF ഇതിനെ പ്രതിരോധിക്കും. VK പ്രശാന്ത്, ഏറ്റവും വ്യക്തമാവുന്നത് ഇവിടെ ശബരിനാഥിനോട് കൂടിയാണ് ഇപ്പോൾ മേയർ പറഞ്ഞത്. താങ്കളുടെ ആഭ്യന്തര മന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഉത്തരവ് നോക്കൂ എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞൊരു പരിഹാസ രൂപേണയായിരുന്നു വി രാജേഷ് ആ ഒരു സർക്കുലർ ഉയർത്തി കാണിച്ചത്. അവിടെ ഈ തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർമാർക്കപ്പുറം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കപ്പുറം നിന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ഇവരെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് സുഗതന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകുന്നു എന്ന് തന്നെ വേണ്ടേ നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ? അല്ല, ആദ്യം മുതൽ അങ്ങനെ തന്നെയാണല്ലോ. ഞാനതാണ് സൂചിപ്പിച്ചത്. സത്യപ്രതിജ്ഞ ചടങ്ങ് മുതൽ ഇന്ന് അവധി അപേക്ഷ പാസ്സാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ BJPയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണല്ലോ. ഇന്നിപ്പോ UDFന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണ BJP ലഭിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണമുണ്ട്. BJP ഭരണസമിതി നിലനിർത്തുന്നതിന് വേണ്ടി UDF വഴിവിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അത് ആദ്യം മുതൽ ഇത് വ്യക്തമാണ്. സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള സർക്കാർ നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഗവൺമെന്റ് BJP അജണ്ടകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നൊരു സ്ഥിതി ഉണ്ടായല്ലോ. എല്ലാ നിലയിലും PM ശ്രീ ആയാലും മറ്റ് നിലപാടുകളായാലും അവിടെയെല്ലാം UDF നടപ്പാക്കുന്നത് BJPയുടെ പ്രകടന പത്രികയാണ് എന്ന് പറയുന്ന സ്ഥിതി പോലും കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരസഭയിലെ BJPയെ നിലനിർത്താൻ UDF ആണ് പരിശ്രമിക്കുന്നത്. ഇന്ന് UDFന്റെ കൂടെ നിന്ന ഒരു കൗൺസിലർ അടക്കം അവർക്കൊപ്പം ചേർന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. അപ്പൊ ഇത് കാണിക്കുന്നത് തീർച്ചയായിട്ടും UDFും BJPയും തമ്മിലുള്ള അന്തർധാരയാണ് സുഗതനെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. LDFനെ സംബന്ധിച്ച് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് നിയമപരമായ മാർഗങ്ങളിലൂടെ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതായിരിക്കും LDF ചെയ്യുക.